സ്വദേശിയുടെ മരണത്തിൽ ഹൈക്കോടതിയുടെ വിമർശനം. കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ മരണത്തിൽ പോലീസിനും സിസ്റ്റത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോലീസ് കൃത്യമായി നടപടിയെടുത്തില്ലെന്ന് വിമർശിച്ച കോടതി രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും അധികാരം ആവശ്യമാണോ എന്നും ചോദിച്ചു. സൂരജ് ലാമയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി നെടുമ്പാശ്ശേരി SHO നേരിട്ട് ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. സൂരജ് ലാമയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മകൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നു. മുമ്പും ഈ ഹർജി പരിഗണിച്ചപ്പോഴും ഹൈക്കോടതി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. നഗരത്തിൽ നിരീക്ഷണമില്ലാതെ ഒരു സ്ഥലം എങ്ങനെ ഉണ്ടാകുന്നുവെന്നും നാളെ ആരെങ്കിലും കൊണ്ടിട്ടാൽ എങ്ങനെ അറിയുമെന്നും കോടതി ചോദിച്ചിരുന്നു. പോലീസിനും മെഡിക്കൽ കോളേജിനും വലിയ വീഴ്ചയുണ്ടായി. പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ലാമയെ കാണാനില്ലെന്ന് മകൻ പരാതി കൊടുത്തിട്ടും പോലീസിനും മെഡിക്കൽ കോളേജിനും അനാസ്ഥയുണ്ടായെന്നും കോടതി വിമർശിച്ചിരുന്നു. ഇന്ന് DNA പരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് ഹൈക്കോടതി വീണ്ടും രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വിസ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി കുവൈത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ട ലാമ ഒക്ടോബർ 4-നാണ് കൊച്ചിയിലെത്തിയത്. നവംബർ 30-നാണ് കൊച്ചി HMTക്ക് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ലാമ കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയത്. കുവൈറ്റ് മദ്യദുരന്തത്തിലാണ് സൂരജ് ലാമയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സൂരജ് ലാമയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഒക്ടോബർ 10-ന് ഇയാളെ കാണാതാവുകയായിരുന്നു.